കോഴിക്കോട് ചക്കിട്ടപ്പാറ മുതുകാട്ടിൽ ഭിന്നശേഷിക്കാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഭിന്നശേഷിക്കാരനായ വളയത്ത് ജോസഫ് എന്ന പാപ്പച്ചനാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വികലാംഗ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്യുമെന്ന് കാണിച്ച് പാപ്പച്ചൻ നേരത്തെ പഞ്ചായത്ത് ഓഫീസിൽ കത്തു നൽകിയിരുന്നു. കിടപ്പ് രോഗിയായ മകൾക്കും ജോസഫിനും കഴിഞ്ഞ 5 മാസമായി പെൻഷൻ മുടങ്ങിയിരുന്നു. അനീഷ് കുമാർ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. അനീഷ്, എന്താണ് സംഭവിച്ചത്? പെൻഷൻ മുടങ്ങിയത് കാരണം കൊണ്ട് മാത്രമാണോ ഇദ്ദേഹം ആത്മഹത്യ ചെയ്തത്? എന്താണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ? ജോസഫ് എന്ന പാപ്പച്ചന്റെ നേരത്തെയുള്ള ചില ഇടപെടലുകൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആശയവിനിമയങ്ങൾ പരിശോധിച്ചാൽ ഈ പെൻഷൻ കിട്ടാത്തതിനെ തുടർന്നാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ മുതുകാട് സ്വദേശിയാണ്. അദ്ദേഹത്തെ ഇന്ന് ഉച്ചയോടെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. 5 മാസമായി ഇദ്ദേഹത്തിന് വികലാംഗ പെൻഷൻ ലഭിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ 15 ദിവസത്തിനകം പെൻഷൻ കിട്ടിയില്ലെങ്കിൽ ജീവൻ ഒടുക്കുമെന്ന് ചൂണ്ടിക്കാട്ടി ഇദ്ദേഹം പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഒരു കത്ത് നൽകിയിരുന്നു. വടി കുത്തിപ്പിടിച്ച് സർക്കാർ ഓഫീസിൽ കയറി മടുത്തെന്നും ജീവിക്കാൻ കടം വാങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും ആ കത്തിൽ പറയുന്നു. പെരുവണ്ണാമൊഴി പോലീസിനും ഈ കത്തിന്റെ പകർപ്പ് കൈമാറിയിരുന്നു. കഴിഞ്ഞ നവംബർ 9-നാണ് ഇത്തരത്തിലൊരു കത്ത് കൈമാറിയത്. എന്നാൽ ഈ കത്ത് കൈമാറിയ ശേഷവും പണം ലഭിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു തരത്തിലുമുള്ള നടപടികളും ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് ഈ ആത്മഹത്യ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോഴിക്കോട് കളക്ടർക്കടക്കം കത്ത് നൽകാൻ ഇരിക്കുകയുമായിരുന്നു. അദ്ദേഹം കിടപ്പ് രോഗിയായ 47 വയസ്സുള്ള മകൾക്കും പെൻഷൻ തുക ലഭിക്കാനുണ്ടായിരുന്നു. അവർക്കും പെൻഷൻ തുക ലഭിക്കാഞ്ഞ വലിയ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് കുടുംബത്തെ തള്ളിവിട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 15 ദിവസത്തിനുള്ളിൽ ഈ കത്ത് ലഭിച്ച് 15 ദിവസത്തിനുള്ളിൽ പണം ലഭിച്ചില്ലെങ്കിൽ പത്രക്കാരെയും ചാനലുകാരെയും ഒക്കെ വിളിച്ചു താൻ ആത്മഹത്യ ചെയ്യുമെന്ന് അറിയിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരമൊരു ജീവൻ ഒടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. നേരത്തെ പഞ്ചായത്തിന് മുന്നിൽ ഈ പെൻഷൻ ആവശ്യം ചൂണ്ടിക്കാട്ടി ഒരു ഒറ്റയാൾ സമരം അടക്കം ഇദ്ദേഹം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പഞ്ചായത്തിന്റെ വിശദീകരണം ഈ പെൻഷൻ കിട്ടാത്തതുകൊണ്ട് മാത്രമല്ല ആത്മഹത്യാ പ്രേരണ പ്രകടിപ്പിച്ചിരുന്ന ഒരാളാണ് ഇദ്ദേഹം എന്നാണ്. നേരത്തെയും പലവട്ടമായി ഇദ്ദേഹം ഈ ആത്മഹത്യാ പ്രവണത കാട്ടിയിട്ടുണ്ട്. PV സലീം കളക്ടറായിരുന്ന കാലത്ത് ഭൂമിക്ക് പട്ടയം കിട്ടാത്തതിനാൽ കളക്ടറേറ്റിന് മുമ്പിൽ മണ്ണെണ്ണയുമായി ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്ന ആളാണ്. ഒപ്പം അതിദരിദ്രരുടെ പട്ടികയിൽ ഉൾപ്പെട്ടതുകൊണ്ട് തന്നെ ഭക്ഷ്യസാധനങ്ങളും മറ്റും സൗജന്യമായി ലഭിക്കും. ഒപ്പം തൊഴിലുറപ്പ് പദ്ധതിയിൽ 99 തൊഴിൽ ദിനങ്ങളുള്ള ആളാണ്. 77 ദിവസത്തെ എല്ലാം ശരിയാക്കുമെന്ന പ്രഖ്യാപനവുമായി അധികാരത്തിലേറിയ നമ്മുടെ ഇടതു സർക്കാർ ഭരിക്കുന്ന ഈ നാട്ടിൽ പെൻഷൻ കിട്ടാത്തതിന്റെ പേരിലാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തതെങ്കിൽ അത് ഏറെ വേദനിപ്പിക്കുന്ന സംഭവമാണ്. അക്കാര്യത്തിൽ തർക്കമില്ല. സാധാരണക്കാരനാണ്, ഭിന്നശേഷിക്കാരനാണ്. ഈ കൃത്യമായി കിട്ടേണ്ട ഈ പെൻഷൻ കൊണ്ട് മാത്രം മുന്നോട്ട് പോവേണ്ട ഉപജീവന മാർഗം ജീവിക്കേണ്ട ഒരാളായിരിക്കാം അദ്ദേഹം. അതുകൊണ്ടായിരിക്കാം അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ജീവൻ ഒടുക്കിയത്, അല്ലെ? തീർച്ചയായും ഈ പെൻഷൻ വിഷയം സർക്കാരിനെ വലിയ പ്രതിരോധത്തിലാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ നമുക്കറിയാം അടിമാലിയിലെ മറിയക്കുട്ടി എന്ന വയോധികയായ വീട്ടമ്മ സർക്കാരിനെതിരെ നേരിട്ട് യുദ്ധം പ്രഖ്യാപിച്ച് ഹൈക്കോടതിയിലടക്കം കേസ് നൽകുകയും സർക്കാർ നേരിട്ട് അവരുമായി വാഗ്വാദത്തിൽ പോലും ഏർപ്പെടേണ്ട അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അത്തരം ഒരു രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് പോലും പിന്നീട് നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ വിവിധ കോണുകളിൽ നിന്നും ഈ പെൻഷൻ കൃത്യമായി ലഭിക്കാത്തതുകൊണ്ടുള്ള ഒരു വിമർശനങ്ങൾ ഉയരുന്നു. ഓരോ തവണ വിമർശനങ്ങൾ ഉയരുമ്പോഴും തങ്ങൾ ഭരണത്തിലെത്തിയപ്പോൾ 1.5 വർഷം മുടങ്ങിക്കിടന്ന പെൻഷൻ തങ്ങളാണ് കൃത്യമായി നൽകിയിരുന്നത്. അത് പെൻഷൻ തുക വർദ്ധിപ്പിച്ച് നൽകിയെന്നതടക്കമുള്ള പലപ്പോഴും അവകാശവാദങ്ങളും ഉന്നയിക്കാറുണ്ട്. പക്ഷേ പഴയ കാര്യങ്ങൾ എന്തായാലും പുതിയ കാലത്ത് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അങ്ങേറ്റം ഓരോ കുടുംബത്തിനും ഞെരുക്കം സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ ഈ പണം മാത്രം ആശ്രയിച്ച് കഴിയുന്ന കുടുംബങ്ങളുണ്ട് എന്നാണ്, അല്ലെങ്കിൽ വയോധികരുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് കിട്ടാതെ വരുമ്പോൾ അവരുടെ സാമ്പത്തിക സ്ഥിതി തകിടം മറിക്കുന്നു. മറ്റുള്ളവരിൽ നിന്നും കടം വാങ്ങിച്ച് ഒരുപാട് ദിവസം മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് നീങ്ങുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ കൃത്യമായും താൻ ഈ പണം ലഭിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് തന്നെ അത്തരമൊരു കത്ത് പഞ്ചായത്തിന് നൽകി പോലീസിനും കൈമാറിയ ശേഷമാണ് ഈ പാപ്പച്ചൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. ഈ സംസ്ഥാനത്ത് ഈ പെൻഷൻ തുക കിട്ടാതെ നരകയാതന അനുഭവിക്കുന്ന ഒരുപാട് പേരുടെ ഒരു പ്രതിനിധിയായി ഇദ്ദേഹത്തെ കരുതാം. ഇദ്ദേഹം ആത്മഹത്യാ പ്രവണത ഉള്ളയാളാണ്, അല്ലെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ 77 ദിവസത്തെ കൂലി വാങ്ങിയ ആളാണ് എന്നൊക്കെ ന്യായീകരണങ്ങൾ പഞ്ചായത്ത് പറയുമ്പോഴും ഈ താൻ മരിക്കാനുള്ള കാരണം ഇത് തന്നെയാണ് എന്ന് കൃത്യമായി എഴുതി വെച്ചാണ് ഇപ്പോൾ പാപ്പച്ചൻ ജീവൻ ഒടുക്കിയിരിക്കുന്നത്.
ഹരീഷ, ഇത് കോഴിക്കോട്ടെയുള്ള ഒരു ജോസഫിന്റെ മാത്രം അവസ്ഥയായിരിക്കില്ല. ഇത്തരത്തിൽ മാനസിക പിരിമുറുക്കങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും, ഒരുപാട് സാധാരണക്കാരുണ്ട്, ഒരുപാട് ഭിന്നശേഷിക്കാരുണ്ടാകും. മാസം തോറും കിട്ടേണ്ട പെൻഷനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിതം തള്ളി നീക്കുന്ന ആയിരക്കണക്കിന് വയോധകരുണ്ടാകും, സാധാരണക്കാരുണ്ടാകും. ഒരു മറിയക്കുട്ടി പിച്ചച്ചട്ടിയുമായി പുറത്തേക്ക് ഇറങ്ങിയെങ്കിൽ അതേപോലെ മറിയക്കുട്ടിമാരെ പോലെ സർക്കാരിനെതിരെ പ്രതിഷേധം നടത്താൻ സാധിക്കാത്ത ഒരുപാട് ആളുകളുണ്ടാകും. അത്തരത്തിലൊരാളായിരിക്കാം ഈ ജോസഫ്. ഇനി എത്ര ജോസഫുമാരുണ്ടാകും ഇങ്ങനെയാണെങ്കിൽ? തീർച്ചയായും ഈ സർക്കാരിന്റെ മുൻഗണനാ ക്രമത്തെക്കുറിച്ചുള്ള വിമർശനം തന്നെയാണ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത്. കേന്ദ്ര അവഗണന അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൽ നിന്നും കാര്യമായ പണം ലഭിക്കുന്നില്ല. പദ്ധതി വിഹിത തുക കേന്ദ്ര വിഹിതവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ വെട്ടിച്ചുരുക്കിയിരിക്കുന്നു. ഈ ആളോഹരി തുക വികസിതമായ കേരളം എന്ന കണക്കിലെടുത്ത് പദ്ധതി തുക വലുതായി വെട്ടിക്കുറിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ രാഷ്ട്രീയമായ കാരണങ്ങളായി ഉയർത്തിക്കാട്ടുന്നത്. പക്ഷേ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധമോ ഒന്നുമല്ല സാധാരണക്കാരായ കർഷകർക്കും ഈ വികലാംഗർക്കും പെൻഷൻ തുക കൊണ്ട് ജീവിക്കുന്നവർക്കും അറിയേണ്ടത്. അവർക്ക് മുടക്കമില്ലാതെ പെൻഷൻ തുക നൽകുന്നതിനുള്ള ഒരു ക്രമീകരണം എന്തായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉടൻ ഉണ്ടാവണം. അല്ലെങ്കിൽ അതിന് ഇനി കാലവിളംബം വരുത്തരുത് എന്നത് തന്നെയാണ് ഇപ്പോൾ ഈ ആത്മഹത്യയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഇതുവരെ മുടങ്ങിയിട്ടില്ല. സർക്കാർ ജീവനക്കാർക്കോ അല്ലെങ്കിൽ അത്തരത്തിൽ ഉന്നതരായ ആളുകൾക്ക് പലപ്പോഴും അവർക്ക് കിട്ടാനുള്ള വലിയ തുകകൾ കൃത്യമായി കിട്ടുന്നു. എന്നാൽ പെൻഷൻ ഒരു ഔദാര്യം പോലെ കണക്കിലാക്കിയാണ് പലപ്പോഴും ഓരോ ഭരണകൂടങ്ങളും അത് കിട്ടുമ്പോൾ കൊടുക്കാം അല്ലെങ്കിൽ തങ്ങൾക്ക് സൗകര്യം ലഭിക്കുമ്പോൾ കൊടുക്കാം എന്ന രീതിയിലേക്ക് തള്ളിവിടുന്നത്. നേരത്തെ UDF സർക്കാരായാലും ഇപ്പോൾ LDF സർക്കാരായാലും ആദ്യ കാലങ്ങളിൽ കൃത്യമായി കൊടുത്തിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഈ പെൻഷൻ തുക അനിശ്ചിതമായി നൽകുന്നതിലെ കാലതാമസം വലിയ വിമർശനവും സർക്കാരിനെതിരായ വലിയ തോതിലുള്ള ജനരോഷവും ഉയർത്തിയിട്ടുണ്ടോ എന്ന കാര്യം ഉറപ്പാണ്. ഒരുപക്ഷെ ഇത്തരം